സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തിരുക്കുറളിൻ്റെ 68-ാമത്തെ അധ്യായമാണ്. തിരുക്കുറളിൻ്റെ 68-ാമത്തെ അധ്യായമാണ്. സോ ഇന്ന് ശാന്തിമമാണ് നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് പറഞ്ഞു തരുന്നത്. സോ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശാന്തിമാമിനെയും. ശാന്തിമാം, യു ആർ വെൽക്കം. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. പറയട്ടെ സർ? പറഞ്ഞോളൂ. അതായത് ഇതിന് മുന്നേ ഉള്ള ഇതില് നമുക്ക് വിനയ് തിരുപ്പം എന്നതാണ് ഇതിന്റെ മുന്നത്തെ അധികാരം. അടുത്ത അധികാരം എന്ന് പറയുന്നത് വിനയ് സെയൽ വഹൈ. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ വർക്ക് ചെയ്യേണ്ടത്, ഒരു നിർവഹണം എങ്ങനെ നടത്തണം എന്നുള്ളതാണ്. പലർക്കും ആ ഒരു ഏതൊക്കെ കാര്യങ്ങൾ ഏത് സമയത്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ആശങ്ക കാണും. ആ ആശങ്ക തീർക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഈ ഒരു അധികാരം എന്ന് പറയുന്നത് നമ്മുടെ അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്ക് പറയുന്നതാണ്. ഒരു മന്ത്രിയുടെ അടുത്ത് പറയും പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കുറൾ എന്ന് പറയുന്നത് സൂഴ്ചി മുടിവ് തുണി വെയ്തൽ അത്തുണിവ് താഴ്ചയുൾ തങ്കുതൽ തീത്. അതായത് സൂഴ്ചി, നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് ആ ജോലി നിർവഹിക്കേണ്ടത്, അതിന് ആദ്യം വേണ്ടത് നമ്മുടെ മനസ്സാണ്. മനസ്സിരുത്തി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഏതൊരു ജോലിയും നമുക്ക് വൃത്തിയായി ചെയ്യാൻ പറ്റൂ. അതാണ് ഈ ആദ്യത്തെ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. സൂഴ്ചി മുടിവ് തുണി വെയ്തൽ. തുണി വെയ്തൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തീരുമാനിക്കുന്നത് മാത്രമാണ് തുണി വെയ്തൽ എന്നതിന്റെ മീനിങ്. അത്തുണിവ് താഴ്ചയുൾ തങ്കുതൽ തീത്. അതായത് കാലം താഴ്ത്താൻ പാടില്ല. നമ്മൾ എന്ത് കാര്യം ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കണം. അതിൽ മനസ്സിനുള്ളിൽ നമ്മൾ എന്താണോ ഇത് ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ മനസ്സ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, ഇതിലൊരു ചഞ്ചലം പാടില്ല. ഇത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുമോ എന്നുള്ള ഒരു ചഞ്ചലവും പാടില്ല. അതാണ് സൂഴ്ചി മുടിവ് എന്നുവെച്ചാൽ നമുക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായത് മനസ്സാണ്. താഴ്ചയുൾ തങ്കുതൽ തീത്. അതിനെ ഇനി കാലം താഴ്ത്തിയിട്ടിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അത് മനസ്സ് ഇരുത്തിക്കഴിഞ്ഞാൽ എന്ത് ജോലി ചെയ്താലും അത് ആ മനസ്സാണ് ആവശ്യം. മനസ്സിനുള്ള കാഠിന്യമാണ് അത്യാവശ്യം ആവശ്യം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. 68-ാമത്തെ കുറൾ, 68-ാമത്തെ അധ്യായം ഇന്ന് നാം പഠിക്കുമ്പോൾ കർമ്മ ശൈലി, വിനയ് വകൈ, സ്റ്റൈൽ ഓഫ് വർക്ക് എന്നൊക്കെയാണ് അതിന്റെ പാഠത്തിന്റെ പേര്. ഒരു ആമുഖം ഇപ്രകാരം പറയട്ടെ. തന്ത്രങ്ങൾ മെനയുന്നതിന്റെ അവസാനം ആ പ്രവൃത്തി നടപ്പിലാക്കാനുള്ള ആത്മവിശ്വാസം നേടുക എന്നതാണ്. ഒരിക്കലും വൈകിപ്പിക്കാൻ പറ്റില്ലാത്ത തരം ജോലികൾ ഒരു കാരണവശാലും വേണ്ടെന്ന് വയ്ക്കുകയോ വൈകിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. സാധ്യമാകുമ്പോഴെല്ലാം അഥവാ പരമാവധി സമയത്തും ആസൂത്രണം ചെയ്തതുപോലെ തന്നെ നടപ്പിലാക്കുക. അത് സാധ്യമല്ലാത്തപ്പോൾ പ്രവർത്തനം പുനരാരംഭിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുക. ഒരു ജോലിയുടെയും ശത്രുതയുടെയും അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തീയുടെ അവശിഷ്ടങ്ങൾ പോലെ
ദോഷം ചെയ്യാൻ ഇടയുണ്ട്. വിഭവങ്ങൾ, ഉപകരണങ്ങൾ, സമയം, സ്ഥലം, ജോലി ഇവയെ സംശയാതീതമായി വിശകലനം ചെയ്യുക. തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കുക. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ എനിക്കുള്ളതല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കും. 671 ഖുറൽ മാത്രമായി ചിന്തിച്ചാൽ ചൂഴ്ചി മുടിവു തുണിവ് എയ്തൽ അത്തുണിവ് താഴ്ചയുൾ തങ്കുത്തൽ തീതു ആലോചനയ്ക്ക് അന്ത്യം ധീരമാം നിഗമനം ആലസ്യം കൊള്ളുവതോ ദോഷം. ജോലി ചെയ്യാനുള്ള തീരുമാനം സാഹസികതയാണ്. ആ തീരുമാനത്തിനുള്ള കാലതാമസം ഒട്ടും നന്നല്ല. തീരുമാനമെടുക്കും മുൻ ഗാഢമായി ചിന്ത ചെയ്യണം. തീരുമാനം നടപ്പാക്കാൻ വൈകിക്കുന്നത് ദോഷമാം എന്ന കവി പാടുകയും ചെയ്യും. ഓവർ. Thank you, sir. The Tirukural, or simply the Kural, is a classic Tamil text consisting of 1,330 couplets, Kurals, written by the celebrated poet and philosopher Tiruvalluvar. It is revered for its universal wisdom on ethics, political and economic matters, and love. A famous quote that encapsulates its ethical focus is, "Even forgetting what one has learned is better than forgetting what one's duty is." The text is traditionally structured into 3 parts, with chapter 68 titled Style of Work, Vinay Segal Vagai, falling under the second part, which deals with wealth and governance. This chapter, spanning 10 couplets, offers timeless advice to rulers and administrators on the proper methods for executing a task, emphasizing the importance of planning, perseverance, and careful selection of agents to ensure success in their endeavors. The Kural, or couplet 671, states, "The resolution to undertake an action is an act of daring. For such a resolve, delay is certainly not commendable." This wisdom finds a parallel in the Ramayana with Hanuman's leap to Lanka. Upon discovering that Sita was held captive by Ravana, the Vanara army debated the perilous journey across the ocean. Hanuman, known for his strength and devotion, immediately recognized the urgent necessity of the task. He did not waste time in needless deliberation or fear. His swift and decisive action, the single giant leap across the sea, was the immediate execution of his resolution to find Sita, demonstrating that a crucial, courageous task must be undertaken without fatal delay. Thank you. Over. നെക്സ്റ്റ് പറയാം. അടുത്തത് രണ്ടാമത്തെ കുറളാണ്. തൂങ്ങുക തൂങ്ങി ചേയർപാല തൂങ്കർക്ക് തൂങ്കാതെ ചെയ്യും വിനൈ. അതായത് തൂങ്ങുക തൂങ്ങി ചേർപ്പാല, ചെയ്യ വേണ്ടി എന്താണോ ചെയ്യേണ്ട കാര്യം അത് ആ സമയത്ത് തന്നെ ചെയ്യണം. അത് ചെയ്യാതെ കാലം താഴ്ത്തരുത്. തൂങ്കർക്ക് തൂങ്കാതെ ചെയ്യും വിനൈ.
ഏത് കാര്യമാണോ ആദ്യം ചെയ്യേണ്ടത് അത് അപ്പം തന്നെ തീരുമാനിച്ച് അപ്പോൾ തന്നെ അത് ചെയ്യുകയും വേണം. പതുക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഇനി മാറ്റിവെക്കാവുന്നത് മാറ്റിവെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ചില സംഭവങ്ങൾ എപ്പോഴും നമുക്ക് കാണും. അത് അപ്പോൾ തന്നെ ചെയ്ത് തീർക്കണം. അത് ചെയ്യാതെ കാലം താഴ്ത്തി പോവുകയാണെങ്കിൽ അത് ഒരിക്കലും നല്ലതല്ല. തൂങ്ങി ചേർവാല, അത് തൂങ്ങുക എന്ന് പറയുന്നത് കാലം താഴ്ത്താതെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. തൂങ്കർക്ക് തൂങ്കാതെ ചെയ്യും പണി. കാലം താഴ്ത്താതെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണോ അത് കാലം താഴ്ത്താതെ തന്നെ ചെയ്യണം. കാലം താഴ്ത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആ പണി എന്തായാലും നടക്കില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മാറ്റിവെക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ആ പണി പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ട് കാലം താഴ്ത്തി ഇപ്പൊ ഏതൊരു നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് മുൻതൂക്കം കൊടുക്കേണ്ട പല കാര്യങ്ങൾ കാണും. അപ്പൊ നമുക്ക് ചിലപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നത് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം ചെയ്യത്തില്ല. നമുക്ക് കുട്ടികളിൽ എടുത്തു കഴിഞ്ഞാൽ അവരാദ്യം പഠിക്കേണ്ടതിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കി പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യത്തില്ല. അവസാന എക്സാം ടൈമിലായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും തന്നെ അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ആ മെയിനായിട്ട് ഈ ഇതിൽ പറയുന്നത് കാലം താഴ്ത്തരുത്. കാലം എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രിഷ്യസ് ആയ ഒരു ടൈമാണ്. അതിനെ വേസ്റ്റ് ചെയ്യരുത്. ചെയ്യേണ്ട പണി അപ്പം തന്നെ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. ഓക്കെ. Thank you, ma'am. തിരുക്കുറൾ അധികാരം 68 കർമ്മശൈലി നിർവഹണ സാമർഥ്യം. കുറൾ 672 തൂങ്ങുക തൂങ്കി ചേർപ്പാല തൂങ്കർ കതൂങ്കാതു ചെയ്യും വിനൈ. തൂങ്കർ കതു തൂങ്കാതു ചെയ്യും വിനൈ. വൈകേണ്ട കാര്യത്തിൽ വൈകിടാം, പിന്നേക്ക് വയ്ക്കായിക ഉടൻ വേണ്ട കാര്യം. സാറേ കുറൾ 673 കിടക്കുന്നത്, 72 ആക്കണേ. വൈകേണ്ട കാര്യത്തിൽ വൈകിടാം, പിന്നേക്ക് വൈകായിക ഉടൻ വേണ്ട കാര്യം. വയ്ക്കായികയാണ്, വയ്ക്കായിക ഉടൻ വേണ്ട കാര്യം. അതായത് പ്രധാനമല്ലാത്ത കാര്യങ്ങൾ പതിയെ തീർത്താൽ മതിയാകുമെന്നുള്ള കാര്യങ്ങൾ സാവധാനം ചെയ്താൽ മതി. തിരക്ക് കൂട്ടി ആ കാര്യത്തിന് ഒന്നും നേടാനില്ലെന്നിരിക്കെ ധൃതി വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യമാണെങ്കിലോ അവ ഉടനെ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. സുപ്രധാനവും നിർണായകവുമായ കാര്യങ്ങളിൽ അമാന്തമോ അലസതയോ പാടില്ല തന്നെ. അക്കാര്യത്തിൽ ജാഗരൂകമായ പ്രവർത്തനം അനിവാര്യമാണ്. ആലസ്യം പൂണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടി വരുമ്പോൾ ആലസ്യമാകാം. ആലസ്യം പൂണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ആലസ്യമാകാം. എന്നാൽ യാതൊരു ആലസ്യവും പാടില്ലാത്ത കാര്യങ്ങളിൽ ഉദാസീനത വെടിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് സാരം. അതായത് നമ്മുടെ യാത്രക്കിടയിലോ അല്ലെങ്കിൽ നമ്മൾ റോഡിലോ ഒരു അപകടം കണ്ടു കഴിഞ്ഞാൽ അതിന് ഉടനെ തന്നെ ഒരു സഹായം, ഒരു ഹെൽപ്പ് നമ്മൾ കൊടുക്കുമ്പോഴാണ് അവിടെ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത്. ആരെങ്കിലും ചെയ്യുമെന്ന് കരുതി നമ്മൾ മാറി നിൽക്കുകയോ അതിനൊരു അലംഭാവം കാട്ടുകയോ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ പ്രവൃത്തി വളരെ മോശമാണെന്ന് നമുക്ക് പറയാതെ വയ്യ. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ APJ അബ്ദുൽ കലാം സാറിന്റെ ഒരു ഇതിൽ വായിക്കാൻ ഇടയായത്. അദ്ദേഹം 1979 SLV-3 ലോഞ്ചിങ് നടത്തുമ്പോൾ അതിലെ -40 സെക്കൻഡ്സിൽ അതിൽ കാണിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ കാണിക്കുന്നുണ്ട് ലോഞ്ചിങ്ങിന് തടസ്സം ഉണ്ടാകും എന്നുള്ള ഒരു സൂചന നൽകിയിരുന്നു. എന്നാൽ മിഷൻ ഡയറക്ടറായിരുന്ന അദ്ദേഹം വിദഗ്ധരായ കീഴുദ്യോഗസ്ഥന്മാരുണ്ട്, അവരുടെയും നിർദ്ദേശം അനുസരിച്ചാണ് ഇത് ലോഞ്ചിങ് നടത്താൻ പോകുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അതിന് ഓർഡർ കൊടുക്കുകയും എന്നാൽ അത് 3 മിനിറ്റിനുള്ളിൽ അറബിക്കടലിൽ ബംഗാൾ ഉൾക്കടലിലാണ് തോന്നുന്നു പതിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ അന്നത്തെ ഇസ്രോയുടെ ഡയറക്ടറായിരുന്ന ചെയർമാനായിരുന്ന സതീഷ് ധവാൻ അദ്ദേഹത്തിന് എല്ലാ പ്രോത്സാഹനം നൽകുകയും അത് മാത്രമല്ല ഇത് ഫെയിലുവർ ആയതിലുള്ള ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം അത് വിജയകരമായി ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ഇതിൽ ഞാൻ പറയുന്നത് അതായത് അതിൽ വൈകേണ്ട കാര്യം, അതായത് കുറച്ചുകൂടി സമയമെടുത്ത് അത് ലോഞ്ചിങ് നടത്തിയാൽ മതിയായിരുന്നു എന്ന് അബ്ദുൽ കലാം ആ എഴുത്തിൽ പറയുന്നുണ്ട്.
അപ്പൊ അത് ഇതിനൊരു എക്സാമ്പിളായി പറഞ്ഞു എന്നേ ഉള്ളൂ. തൂങ്ങുക തൂങ്ങി ചേർപ്പാല തൂങ്കർക്ക തൂങ്കാതു ചെയ്യും വിനൈ. വൈകേണ്ട കാര്യത്തിൽ വൈകിടാം, പിന്നേക്ക് വെക്കായിക ഉടൻ വേണ്ട കാര്യം. വൈകി ചെയ്യേണ്ട കാര്യങ്ങൾ വൈകി ചെയ്യണം, വൈകാതെ ചെയ്തു തീർക്കേണ്ടവ വൈകാതെ ചെയ്യുകയും ചെയ്യണം. ഇത് രാജാവിൻ്റെ മന്ത്രിമാർക്ക് തിരുവള്ളുവർ കൊടുക്കുന്ന ഒരു ഉപദേശം തന്നെ. ഓവർ. Things to do done slowly may be delayed and swift deeds should be done without delay. കുറൾ 673. അടുത്ത കുറൾ, ഒല്ലും വായെല്ലാം വിനൈ നന്റെ, ഒല്ലാക്കാൽ ചെല്ലും വായ് നോക്കി ചെയ്യൽ. അതായത് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒത്തുവരില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യം സൃഷ്ടിച്ചെടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇല്ല എനിക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒഴിയരുത്. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതിനുള്ള ആ സാഹചര്യം നമ്മൾ വരുത്തിക്കണം. അവിടെയാണ് നമ്മുടെ ടാലന്റ് ഉള്ളത്. അതുകൊണ്ടാണ് ഒല്ലും വായെല്ലാം വിനൈ നന്റെ. അതായത് നമുക്ക് ചാൻസസ്, ഏത് സാഹചര്യങ്ങളിൽ നമുക്ക് വളരെ വേഗം പ്രവർത്തിച്ച് ആ ജോലിയെ നമുക്ക് അല്ലെങ്കിൽ ആ കർമ്മത്തെ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ സാഹചര്യത്തെ ചിലപ്പോൾ നമുക്ക് ആ സാഹചര്യം ഒത്തുവരുമായിരിക്കും, ചിലപ്പോൾ ആ സാഹചര്യം ഒത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ ഒല്ലാക്കാൽ എന്ന് പറഞ്ഞാൽ സാഹചര്യം വന്നില്ലെങ്കിൽ ചെല്ലും വായ് നോക്കി ചെയ്യൽ. ആ സാഹചര്യത്തിനെ നമ്മൾ ഉണ്ടാക്കി അതിനെ ആ കർമ്മത്തിനെ പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. അതാണ് ഒരു നല്ല ഒരു മന്ത്രിയുടെ ജോലി എന്നുള്ളതാണ് ഈ പറയുന്നത്. അതായത് ചില സമയത്ത് ചില മന്ത്രിമാർ കൂടെ ഇരിക്കുന്ന രാജാവിന് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ ഏത് സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ മന്ത്രിമാർ ഇരിക്കുന്നത്. അപ്പോൾ ചിലരാണെങ്കിൽ നമുക്ക് തമിഴ് ലിറ്ററേച്ചർ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ മിസ്ഗൈഡ് ചെയ്യുന്ന മന്ത്രിമാരുണ്ട്. അപ്പോൾ അതുപോലെയാണ് ഈ മന്ത്രിമാരാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇത് യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞ് അവർ മിണ്ടാതിരിക്കും. എന്നിട്ട് അതിനെ ഇത് എങ്ങനെ നമുക്കത് സക്സസ്ഫുൾ ആക്കി അല്ലെങ്കിൽ പൂർത്തീകരിച്ച് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതും ഇവരുടെ കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രിമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഇതില് ഈ ഒരു വിനയ് ചെയ്യൽ വകൈ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ ഈ ഒരു കുറൾ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം പൂർത്തീകരിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നും ആ ഒരു സാഹചര്യം എടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പൊ ചില കുട്ടികൾ നമുക്ക് പഠിക്കാൻ പറയുമ്പോൾ അവർ പറയും ഇന്ന് കറണ്ടില്ല, അല്ലെങ്കിൽ പേനയില്ല, പെൻസിലില്ല, അല്ലെങ്കിൽ എനിക്ക് പുസ്തകമില്ല, ഇങ്ങനെ പല പല തരത്തിൽ പറയാറുണ്ട്. അപ്പൊ നമുക്ക് സാഹചര്യം ഇപ്പൊ വീട്ടിൽ ചിലപ്പോൾ ഗസ്റ്റുകളൊക്കെ ഉണ്ട്, വേണമെങ്കിൽ അവരുടെ റൂമിൽ വേറെ ആരുടെയെങ്കിലും റൂമിൽ പോയി ഇരുന്ന് പഠിക്കാമല്ലോ, അത് ചെയ്യില്ല. അപ്പൊ ഇതുപോലെ സാഹചര്യം നമ്മൾ കൊണ്ടുവരണം. അപ്പൊ ഇത് മന്ത്രിമാർക്ക് മാത്രമല്ല, ഇന്നത്തെ സാഹചര്യത്തിലും ഇത് ഒത്തുപോകും എന്നുള്ളതാണ് ഈ കുറളിന്റെ സക്സസ്. ഓക്കെ, കഴിയും. സാറേ ഞാൻ പറയട്ടെ? ഉഷയില്ല. ഓക്കെ. തിരുക്കുറൾ ഭാഗം 2 അധികാരം 68. കുറൾ 673. ഒല്ലും വാ എല്ലാം വിനയനന്റെ, ഒല്ലാക്കാൽ ചെല്ലും വായി നോക്കി ചെയ്യൽ. കഴിവതും കൃത്യമായി ചെയ്യുക കർമ്മം, അത് കഴിയായിൽ തരമോർത്തു ചെയ്യുക. കഴിവതും കൃത്യമായി ചെയ്യുക കർമ്മം, അത് കഴിയായിൽ തരമോർത്തു ചെയ്യുക. താൻ ചെയ്യേണ്ട കർമ്മത്തിൽ നിന്നും ഒരു മന്ത്രിക്ക് ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി നിൽക്കാവുന്നതല്ല. അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ കഴിയുന്നതും എത്ര ലഘുവാണെങ്കിലും ബൃഹത്താണെങ്കിലും അവരവർ തന്നെ ആദ്യാവസാനം ശ്രദ്ധയോടെ പൂർത്തിയാക്കണം. ചില അവസരങ്ങളിൽ ബാഹുല്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ അവയോടൊപ്പം നേരിട്ട് ഇടപെടാൻ കഴിയില്ല എങ്കിൽ അതിനനുയോജ്യമായ ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനായി മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാം.
എന്നാൽ ഉത്തരവാദിത്വം ഉള്ളിടത്ത് കഴിയുന്നത്ര ഭംഗിയായി അത് നിർവഹിക്കാൻ നോക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെയും കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു, 1-2 ദിവസമേ ആയിട്ടുള്ളൂ, നമ്മുടെ പ്രസിഡന്റ് രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു നമ്മുടെ സന്നിധാനത്ത് ദർശനം നടത്തുമ്പോൾ 18ാം പടിക്ക് മുകളിൽ ആയുധധാരിയായ BPG സുരക്ഷാ സംവിധാനത്തിലെ ഒരാൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബോഡി ഗാർഡായിട്ട്. അയാൾ തന്റെ കർമ്മത്തിൽ കൃത്യത പാലിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ക്രമീകരണം അവരവിടെ നടത്തിയത്. അതിൽ നമുക്ക് മനസ്സിലാക്കാം, കഴിവതും കൃത്യമായി ചെയ്യുക കർമ്മം, അത് കഴിയായെങ്കിൽ തരമോർത്ത് ചെയ്യുക എന്നുള്ള അതിന് ഒരു ഉദാഹരണമായി ഇത് പറഞ്ഞതേ ഉള്ളൂ. ഖുറൽ 673, ഒല്ലും വായെല്ലാം വിനയനന്റെ ഒല്ലാക്കാൽ ചെല്ലും വായി നോക്കി ചെയ്യൽ. കഴിവതും കൃത്യമായി ചെയ്യുക കർമ്മം, അത് കഴിയായെങ്കിൽ തരമോർത്ത് ചെയ്യുക. ഓർ സർ. The Quran 673. It is virtue to be work-oriented to the possible extent. If unable any manner, work should be executed. Stresses the ethical duty to maximize effort while pragmatically seeking an alternative path to completion when direct effort is blocked. This aligns with the biblical principle found in Colossians chapter 3, verse 23. Whatever you do, work heartily as for the Lord and not for men. This verse establishes the baseline for a superior work ethic, urging believers to give their best effort in every task, recognizing God as the ultimate master. A further parallel is found in 2 Corinthians 8:11, which addresses completing a task even with limited resources. Paul urges the believers, now therefore finish the doing also, that as there was a readiness to will, so there may be a completion also out of your ability. This perfectly captures the Qur'an's secondary point. When you are unable in any manner to do it perfectly, you must still look to what is available, your ability, and bring the work to a conclusion. Thus, the Bible affirms both the pursuit of excellence and the wisdom of pragmatic completion when circumstances limit the original scope. Over. Quran 674. അടുത്തത് 674-ാമത്തെ ഖുർആനാണ്. വിனை பகை என்றிரண்டின் எச்சம் நினையுங்கால் തീയെച്ചം പോലെ തെറും. അതായത് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മം അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്ത ഒരു ജോലി അത് ചെയ്യാതെ പകുതിയിൽ തന്നെ പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കുക. അത് എങ്ങനെയാണ് ഇവിടെ അതിനെ ഈ ചില സംഭവങ്ങളോട് ഉപമിച്ച് കൂറുകയാണ്. അതായത് വിനയ് പകൈ എന്തിരണ്ടിൻ. വിനയും, വിനയ് എന്ന് പറഞ്ഞാൽ കർമ്മം, പകൈ എന്ന് പറഞ്ഞാൽ എതിരാളി, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ഏത് വിഷയമായാലും ശരി തന്നെ. അതും പഹൈവൻ എന്ന മീനിങ്ങിലാണ് പറയുന്നത്, അതായത് എതിരാളി എന്നുള്ള മീനിങ് തന്നെയാണ്. എന്തിരണ്ടിൻ എച്ചം, ഇത് രണ്ടും പാതിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, എച്ചം എന്ന് പറഞ്ഞാൽ മുഴുമിപ്പിക്കാതെ പകുതിയിൽ വെച്ച് നിർത്തുക. അതായത് മിച്ചം എന്ന് പറയുന്നത് പോലെയാണ് എച്ചം എന്ന് പറയുന്നത്. നിനയുങ്കാൽ, നിനയുങ്കാൽ എന്ന് പറഞ്ഞാൽ അത് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് എന്താണ് ഭവിഷ്യത്ത് തരും. തീയെച്ചം പോലെ തെറും. തെറും എന്ന് പറഞ്ഞാൽ തെളിവ് എന്നാണ്. അതായത് ഒരു തീ, നമുക്ക് നല്ല തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് അണയ്ക്കാതെയാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഭവിഷ്യത്തിൽ ഉണ്ടാക്കുമോ അത് എപ്പോഴും നമുക്ക് നാശം മാത്രമേ തരൂ. അതുപോലെയാണ് ഒരു കർമ്മം മുഴുമിപ്പിക്കാതെ അതിനെ പകുതിയിൽ ഉപേക്ഷിക്കുന്നതും ഒരു എതിരാളിയെ
നമ്മൾ എതിർത്ത് കഴിഞ്ഞു എങ്കിൽ അവനെ ആ എതിരാളിയെ നമ്മൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ ആ എതിരാളി ഇല്ലാതാക്കുക. അപ്പം നമുക്ക് ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും നമ്മളെ എതിരാളിയാവുന്നത്. അപ്പം അയാളിൽ ചെന്ന് നമുക്ക് സംസാരിച്ച് ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന് പറഞ്ഞ് ആ പക നശിപ്പിക്കുക. അല്ല എങ്കിൽ ഈ പക വളർന്ന് 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 നമുക്ക് നാശമേ തരും. അത് എതുപോലെയാണെങ്കിൽ ഒരു തീ കെടുത്താതെ അതിനെ പകുതിയിൽ നമുക്ക് തീ അണഞ്ഞു പോവും എന്നായിരിക്കും നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല, അത് വീണ്ടും വീണ്ടും ആളിക്കത്തി നമുക്ക് ഒരുപാട് ദോഷമുണ്ടാക്കും. അതുപോലെയാണ് ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിനെ മുഴുമിപ്പിക്കണം, അതല്ലെങ്കിൽ അത് പകുതിയിൽ ഉപേക്ഷിക്കരുത്. അതുപോലെയാണ് ഒരു പക എന്ന് പറഞ്ഞാൽ എതിരാളി. അയാളുടെ എതിരാളി ആവാൻ കാരണം എന്താണ് എന്ന് നമ്മൾ കണ്ടെത്തി ആ എതിരാളിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അങ്ങനെ അയാളുടെ ജീവഹാനി അല്ല ഉദ്ദേശിക്കുന്നത്. അയാളിൽ മനസ്സിലുണ്ടാവുന്ന അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണോ നമുക്ക് അയാളുമായിട്ട് പക വന്നത് അതിനെ ഇല്ലാതാക്കുക. രാജാവിനാണെങ്കിൽ ഒരു എതിരാളി നമുക്ക് വന്നു കഴിഞ്ഞു, അയാൾ നമുക്ക് ഏത് സമയം വേണമെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ പുറത്ത് യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനം എപ്പോൾ വേണമെങ്കിലും നടത്താമെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ആ യുദ്ധം നടത്തി ആ പക ഇല്ലാതാക്കണം. ഇതല്ലെങ്കിൽ ഇത് ചെയ്യേണ്ട ജോലി പകുതിയിൽ ഉപേക്ഷിക്കുന്നതും ഈ പകൈവൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഇതിലാണെങ്കിൽ നമുക്ക് എതിരാളിയുടെ മനസ്സിലുള്ള പക അകറ്റാം. രാജാവിനാണെങ്കിൽ നമ്മുടെ അതിർത്തിയിൽ എപ്പോൾ വേണമെങ്കിലും ഇയാൾ അകത്തോട്ട് കടക്കാമെന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം. ഈ രണ്ടും ചെയ്തില്ല എങ്കിൽ അത് ഏതുപോലെയാണെങ്കിൽ ഒരു തീ കെടുത്താതെ പകുതിയിൽ ഉപേക്ഷിച്ച് ആ തീ അണഞ്ഞു പോകും എന്നൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ അത് എന്തൊക്കെ നാശനഷ്ടം ഉണ്ടാക്കുമോ അതുപോലെയാണ് ഇതിൽ നാശം വരിക എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കർമ്മം, പക ഇവ രണ്ടും കൃത്യമായി ചെയ്യാതെ വന്നാൽ പറഞ്ഞോളൂ ശ്രീലമൻ, പറയൂ. കുറൾ 674 വിനൈ പകൈ എന്നി രണ്ടിൻ എച്ചം നിനയും കാൽ തീ എച്ചം പോലെ തെറും കർമ്മം പക ഇവ രണ്ടിന്റെ ഉച്ഛിഷ്ടം നണ്ണുകിൽ എരിക നൽ പോലെ. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ജോലി എത്രയോ നിസ്സാരമാണ്, ഇതവിടെ നിൽക്കട്ടെ എന്ന് കരുതി കൊച്ചു കൊച്ചു കാര്യങ്ങളും പാതിയാക്കി ചെയ്തു വെച്ച കർമ്മങ്ങളുടെ അവശിഷ്ടങ്ങളുമൊക്കെ പിന്നത്തേക്ക് അനിശ്ചിതമായി മാറ്റി ഒരിടത്ത് വലിച്ചെറിഞ്ഞാൽ അതെല്ലാം ചേർന്ന് രാജാവിനെയും മന്ത്രിയെയും രാജ്യത്തെയും എല്ലാം നശിപ്പിക്കുന്ന വലിയൊരു ഭാരമായി തീരും. അതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ ശത്രുതകളുടെ കാര്യവും. അപ്പപ്പോൾ ഉന്മൂലനം ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ അപ്പപ്പോൾ ഉന്മൂലനം ചെയ്യാതെ വലിച്ചെറിയുന്ന ശത്രുതകളും പിന്നത്തേക്ക് കൂട്ടിയിടുന്ന കർമ്മങ്ങളും എരികനൽ പോലെ തടുക്കാനാവാത്ത നാശനഷ്ടങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും. അതായത് തീ അണഞ്ഞു എന്ന് കരുതി നമ്മൾ നിസാരമായി തീ കത്തുന്നിടം ഉപേക്ഷിച്ചു പോകരുത്. അതിനടിയിൽ തീ കനലുണ്ടെങ്കിൽ വീണ്ടും അത് കത്തുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ പൂർത്തിയാക്കാതെ കിടന്നാൽ അത് നമുക്ക് ദോഷം ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. ഇവിടെ രണ്ട് കാര്യമാണ് പറയുന്നത്. നമ്മൾ ശത്രുത ശ്രദ്ധിക്കുക, അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പൂർണ്ണമാക്കുക. ഇത് രണ്ടും ഉപേക്ഷിക്കരുത്. അതിൻ്റെ ഉച്ഛിഷ്ടം നണ്ണുകിൽ എരിക നൽ പോലെ എന്ന് ഇവിടെ ഈ കുറളിൽ പറയുന്നു. ഓക്കെ സർ. Aftermath of incomplete work and uncompromised enmity is like the danger of remaining ember. Kurul 675. 675 കുറളാണ്. പൊരുൾ കരുവി കാലം വിനൈ ഇടനൊട് ഐന്തും ഇരുൾ തീര എണ്ണിച്ചെയൽ. അതായത് നമ്മളിപ്പോൾ ഒരു കർമ്മം ചെയ്യാൻ എന്താണോ നമുക്ക് ആവശ്യം, പൊരുൾ എന്ന് പറഞ്ഞാൽ പണമാണ്. നമുക്കിപ്പോൾ എന്തൊക്കെയാണ് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എത്ര കാശ് ആവശ്യം വരും, അത് ഒരു പ്ലാനിങ് ആണ് പറയുന്നത്. ഒരു ജോലി ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തയ്യാറെടുക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും പ്ലാൻ ചെയ്യാതെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സക്സസ്ഫുൾ ആവാൻ സാധ്യത വളരെ കുറവാണ്. നമുക്ക് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മളെപ്പോഴും പ്ലാൻ എ പ്ലാൻ ബി എന്ന് വെക്കണം. അത് അന്നേ തിരുവള്ളുവർ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതായത് പൊരുൾ എന്ന് പറഞ്ഞാൽ ആവശ്യമായ കാശ് എന്തൊക്കെയാണ് ആവശ്യം.
ഇനി കാലം, കരുവി എന്ന് പറയുമ്പോൾ ഈ ജോലി നിർവഹിക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, എന്തൊക്കെ ടൂൾസ് ആണ് ആവശ്യം. കരുവി എന്ന് പറയുന്നത് നമുക്ക് ഉപകരണങ്ങളാണ്, അത് ഏതൊക്കെയാണ് ആവശ്യം. ഇനി കാലം, ശരി, നമ്മളിപ്പോൾ അതിനാവശ്യമായ പണമൊക്കെ നമ്മൾ കരുതി, വേറെ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനുള്ള ഉപകരണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനി കാലം, ഏത് കാലത്താണ് ചെയ്യണം. ചുമ്മാ കയറി എന്തെങ്കിലും ചെയ്താൽ പോരാ, നമ്മൾ ചെയ്യേണ്ട ഒരു കാലം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടത് എന്ന് അത് തമിഴിൽ പറയാറുണ്ട്. ഈ കാറ്റടിക്കുമ്പോൾ മാവ് വിൽക്കാൻ പോകുന്നതും മഴ പെയ്യുമ്പോൾ ഉപ്പ് വിൽക്കാൻ പോകുന്നതാണെന്ന്. കാരണം അത് ബുദ്ധിമാൻ ചെയ്യുന്നതല്ല. മഴ പെയ്യുന്ന സമയത്ത് ആരെങ്കിലും എന്താണ് ഉപ്പ് വിൽക്കാനായിട്ട് പോകത്തില്ല, കാരണം അലിഞ്ഞു പോവും. കാറ്റടിക്കുമ്പോഴാണെങ്കിൽ മാവ് കംപ്ലീറ്റ് കാറ്റ് കൊണ്ടുപോകും. അപ്പോൾ ഇത് ഒരു ബുദ്ധിയുള്ളവൻ ആരും ഇത് ചെയ്യത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ്. അതുപോലെ കാലം എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിനയ് ഇടനോട്, ഇനി ഇത് കാലവും നമുക്ക് ഏത് സമയത്താണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് മാത്രമല്ല, വിനയ് ഇടനോട്, ആ ചെയ്യുന്ന കർമ്മം എവിടെ വെച്ചാണ് ചെയ്യേണ്ടത്, അത് ഏത് തരത്തിൽ ചെയ്യണം എന്നുള്ളത് ചിന്തിക്കണം. ഇനി അത് ഇടനോട്, ആ വിനയ് ചെയ്യുന്നത് ഇടവും നമ്മൾ കണ്ടുപിടിക്കണം. ഏത് സ്ഥലത്ത് വെച്ച് ചെയ്താലാണ് ഈ കർമ്മം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതും. ഇരുൾ തീരെ എണ്ണിച്ചെയ്യൽ, ഇരുൾ എന്ന് പറയുന്നത് ഇവിടെ ഇരുട്ട് എന്ന മീനിങ് ആണ്. ആ ഇരുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ പറയും എനിക്ക് അതിനെക്കുറിച്ച് വിവരമില്ല എന്ന് പറയും. അതുപോലെ ഇത് തമിഴിൽ പറയാറുണ്ട്, ഇരുൾ മൂടിക്കിടക്ക് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മനസ്സിൽ ഇരുൾ മൂടിക്കിടക്കുന്നുണ്ട്. അതായത് ഞാൻ ഇനിയും അതിനെക്കുറിച്ച് ഒരു തെളിവ് വന്നിട്ടില്ല, എങ്ങനെ ചെയ്യണം. ഇപ്പോൾ പല സംഭവങ്ങളിൽ നമ്മൾ പറയൂ, ഞാൻ ബ്ലാങ്ക് ആണ്, എൻ്റെ മനസ്സ് ബ്ലാങ്ക് ആണ്, എൻ്റെ തലയിലൊന്നുമില്ല. അതുപോലെ ആവരുത്. ഈ ഇത്രയും കാര്യങ്ങൾ, കാശുണ്ടോ, അതിനെന്തൊക്കെ ആവശ്യമാണ്, അതുപോലെ നമ്മുടെ ഇതിന് എന്തൊക്കെ ഉപകരണങ്ങളാണ് ആവശ്യം, ഏത് സമയത്ത് ചെയ്യണം, ഈ കർമ്മം എങ്ങനെ ചെയ്യണം, ഏത് സ്ഥലത്ത് വെച്ച് ചെയ്യണം, ഇതെല്ലാം കംപ്ലീറ്റ് ഇരുൾ തീരെ എണ്ണി. ഇരുൾ തീരെ എന്ന് പറയുന്നത് മുഴുവനായി മനസ്സിനുള്ളിൽ പ്ലാൻ ചെയ്ത് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഇത് ഇത്രയും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ഒരു സംശയവും കൂടാതെ മനസ്സിൽ നല്ലപോലെ തെളിവാക്കിയതിന് ശേഷം മാത്രമേ ഈ കർമ്മം ചെയ്യാൻ ഇറങ്ങാവൂ. നമ്മൾ രാജാവിനാണ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ, രാജാവ് ഒരു യുദ്ധം ചെയ്യാൻ പോകുന്നുണ്ട്, അതിനാവശ്യമായ ആയുധങ്ങൾ വേണം. ഇനി അത് ഏത് സമയത്ത് ചെയ്യണമെന്ന് വേണം. ഈ ആയുധങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് കാശ് വേണം. നമ്മുടെ കയ്യിൽ ആദ്യം കാശുണ്ടോയെന്ന് ഓർക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യമുള്ള ആയുധങ്ങളുണ്ടോയെന്ന് ഓർക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഏത് സമയത്ത് ചെയ്യണമെന്ന് ഓർക്കണം. ഈ വിനയ് എന്ന് പറയുമ്പോൾ ഈ കർമ്മം എങ്ങനെ, ഏത് തരത്തിൽ നമ്മൾ ആക്രമിക്കണം, എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇനി ഏത് സ്ഥലത്ത് വെച്ച് ചെയ്യാമെന്ന് ചിന്തിക്കണം. ഇതിനെക്കുറിച്ച് ഇതിൽ ഒന്നും കുറവുണ്ടെങ്കിലും ആ രാജാവ് തോറ്റുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ഇരുൾ തീരെ എണ്ണിച്ചെയ്യൽ. ഇരുൾ തീര എന്ന് പറയുന്നത് കംപ്ലീറ്റ്, യാതൊരു സംശയവുമില്ലാതെ നല്ല പോലെ മനസ്സിൽ തെളിവ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ കർമ്മം ചെയ്യാൻ ഇറങ്ങാവൂ എന്നതാണ് ഈ കുറളിന്റെ മീനിങ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ ഭാഗം 2, കുറൾ 675. പൊരുൾ കരുവി കാലം വിനയി ഇടനടു ഐന്തും ഇരുൾ തീര എണ്ണിച്ചെയ്യൽ. പൊരുൾ കരുവി കാലം വിന ഇടമൊടഞ്ചും തെളിയവേ ചെയ്തിടുക കർമ്മം. വേണ്ട ധനം, തക്ക ഉപകരണം, കൃത്യസമയം, കർമ്മ സ്വഭാവം, അനുകൂല സ്ഥലം, ഇവ 5ഉം വ്യക്തമായി ആലോചിച്ച ശേഷം വേണം ഒരു കാര്യം പ്രവർത്തിക്കാൻ. ഇവിടെ യുദ്ധം തന്നെയാണ് തിരുവള്ളുവർ ഉദ്ദേശിക്കുന്നത്. ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സാമ്പത്തികമായ അവസ്ഥ, ആയുധനില, കാലം, ശത്രുപക്ഷത്തെ പരാജയപ്പെടുത്താൻ പാകത്തിലുള്ള കർമ്മം അഥവാ യുദ്ധം, സ്ഥലം, ഇവ 5. സ്ഥലം എന്ന് പറയുമ്പോൾ, സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ സ്വപക്ഷത്തിന് അനുകൂലവും പരാജയപ്പെടുത്തേണ്ട എതിർപക്ഷത്തിന് പ്രതികൂലവുമാണെങ്കിൽ വിജയം ആയാസരഹിതമാകും. തനിക്ക് എളുപ്പത്തിൽ വിജയം നേടാനും
ശത്രുക്കളെ ദയനീയമായി തോൽപ്പിക്കുവാനും യോജിച്ച ഇടം കണ്ടെത്തുക മുകളിൽ പറഞ്ഞ 5 കാര്യങ്ങളിലും അനുകൂലമായ ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം സ്ഥലം തന്നെയാണ്. ഇതിലെല്ലാം തന്നെ വളരെ ശ്രദ്ധാപൂർവമുള്ള ആലോചന അനിവാര്യം. എല്ലാം യോജിച്ച അവസ്ഥയിലാണെന്ന് പൂർണ്ണമായ വിശ്വാസം വന്നാൽ മാത്രമേ യുദ്ധം പാടുള്ളൂ. അതായത് ഒരു രാജാവ് യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുന്നോടിയായി മന്ത്രിമാരുമായി നടത്തുന്ന ചർച്ചകളിൽ ഉപായങ്ങൾ, കാലം, ആസ്തി, കർമ്മസവിശേഷത, സ്ഥലം എന്നിവ എണ്ണി കണ്ടറിഞ്ഞ് ഈ 5 ഉണ്ടെന്ന് എണ്ണി കണ്ടറിഞ്ഞ് വിജയത്തിന് മറ്റ് തടസ്സങ്ങളില്ല എന്ന് ഉറപ്പായാൽ മാത്രമേ അതിനൊരുങ്ങാവൂ എന്നും ഇക്കാര്യമെല്ലാം മന്ത്രിമാർ അതീവ ജാഗ്രതയോടെ കണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് ഉന്നതി സ്വായത്തമാക്കാൻ കഴിയുകയുള്ളൂ എന്നും ഈ കുറളിലൂടെ തിരുവള്ളുവർ ഓർമ്മിപ്പിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറില് ഇന്ത്യ വിജയം കൈവരിച്ചത് ഈ പറഞ്ഞ 5 കാര്യങ്ങളിലും നമ്മൾ എതിർപക്ഷത്തുള്ള രാജ്യവുമായി കൂട്ടി നോക്കുമ്പോൾ നമ്മൾ തന്നെയായിരുന്നു ഉയർന്നു നിൽക്കുന്നത്. അത് തന്നെയായിരുന്നു വിജയത്തിന്റെ നമുക്ക് വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞതും. ഓക്കെ, താങ്ക് യു. Commence work after clearly thinking about these: necessary money, apt instrument, share the time, nature of work, and suitable place. Rule 676. 676 കുറളാണ്. മുടിവും ഇടയൂറും മുറ്റിയാങ്ക് എയ്തും പടുപയനും പാർത്തിച്ചെയൽ. അതായത് ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ ഫലം എന്താണ്, എന്ത് ഫലമാണ് ഇത് കഴിഞ്ഞ് കിട്ടുന്നത് എന്നതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് വേണം. ഇനി അത് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ തടസ്സങ്ങൾ നേരിടും, പല കാര്യങ്ങളും നമ്മൾ ആ തടസ്സങ്ങൾ വരും എന്ന് ചിന്തിക്കാതെ ചെയ്യുമ്പോൾ ആ കർമ്മം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരു രാജാവ് യുദ്ധം ചെയ്യുമ്പോൾ എതിരാളി എങ്ങനെ ആയിരിക്കും എന്നതിനെ കുറിച്ച് നല്ല അറിവ് വേണം. അയാൾ നമുക്ക് ഇങ്ങനെയൊക്കെ തടസ്സം സൃഷ്ടിക്കാം, അയാളിൽ നിന്ന് നമ്മൾ എങ്ങനെയൊക്കെ സംരക്ഷിക്കും, നമ്മുടെ രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവും വേണം. അതുകൊണ്ടാണ് ഇടയൂറും മുടിവെന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതെന്താണ്, ഫലം എന്താണ് എന്നതിനെ കുറിച്ച്. ഇടയൂറ് എന്ന് പറഞ്ഞാൽ തടസ്സം, ഇടയ്ക്ക് ആ കർമ്മം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് തടസ്സങ്ങൾ വരാം. മുറ്റിയാങ്ക് എയ്തും, അതായത് ഈ കർമ്മം ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ അവസാനം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. പടുപയനും പാർത്തിച്ചെയ്യൽ. പടുപയൻ എന്ന് പറഞ്ഞാൽ ഇത് അവസാനം നമുക്ക് കിട്ടുന്ന ഫലം എന്തായിരിക്കും, ഇതിനെയും അറിഞ്ഞ് അത് നല്ലപോലെ എന്താണ് എന്ന് നല്ല ചിന്തിച്ച് ഇത് നമുക്ക് നല്ലതാണോ. കാരണം നമ്മൾ എപ്പോഴും ഒരു കമ്പാരിസൺ എപ്പോഴും ആവശ്യമാണ്. നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യം നമ്മൾ ചെയ്താലും ഇത് ചെയ്യുകയാണെങ്കിൽ ഈ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഫലം കിട്ടും, ഇത് നമുക്ക് റേഷ്യോ നോക്കാം. നന്മയാണോ കൂടുതൽ, തീമയാണോ കൂടുതൽ. അപ്പം നമുക്ക് നന്മയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യുന്നതിൽ നമ്മൾ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഫലം ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ട് എന്ത് ഫലം കിട്ടും. ഈ കർമ്മം ഇനി നമ്മൾക്ക് തീരുമാനിച്ചു ഈ കർമ്മം ചെയ്യാമെന്ന്, അപ്പൊ അതിന് ചില തടസ്സവാദങ്ങൾ വരാം. ആ തടസ്സങ്ങളെ എങ്ങനെ നമുക്ക് തടയിടാം, ആ തടസ്സങ്ങളെ നമ്മൾ എങ്ങനെ നേരിടാം എന്ന് നമ്മൾ ആലോചിച്ചില്ല എങ്കിൽ ആ തടസ്സം വരുമ്പോൾ നമുക്കത് നേരിടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ ആദ്യമേ ആ തടസ്സങ്ങൾക്ക് എങ്ങനെ നമുക്ക് തിരിച്ച് അതിനെ ഫേസ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടാൻ പറ്റും എന്നുള്ളതെ കുറിച്ച് ആലോചിക്കണം. ഇനി അവസാനം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മുഴുവൻ കർമ്മവും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ഫലമായിരിക്കും കിട്ടുന്നത് എന്നതും നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ച് വേണം ഈ കർമ്മം ചെയ്യാൻ ഇറങ്ങുക എന്നുള്ളതാണ് ഈ കുറളിന്റെ അർത്ഥം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ ഭാഗം 2, കുറൾ 676. മുടിവും ഇടയൂറും മുറ്റിയാങ്കു എയ്തും പടുപയനും പാർത്തു ചെയ്യൽ. പരിണാമം, അതിലെ തടസ്സങ്ങൾ, അന്ത്യഫലമിവ പാർത്തു ചെയ്തിടുക കർമ്മം. കുറൾ 676. കർമ്മത്തിന്റെ പരിണാമത്തെ, ഉണ്ടാകാവുന്ന തടസ്സത്തെ
ലഭിക്കാവുന്ന ലാഭത്തെക്കുറിച്ച് ആലോചിച്ച് കർമ്മം ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിനും മുന്നേ ആ കർമ്മത്തിന്റെ ഗതി എന്താവാം? തടസ്സങ്ങൾ ഉണ്ടാകുമോ? അവസാന ഫലം എന്താകും എന്നതിനെ കുറിച്ച് ധാരണയുണ്ടാകണം. ഇക്കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. നല്ലതുപോലെ ചിന്തിച്ചു വേണം വരും വരായികകളെ മുൻകൂട്ടി കണ്ട് ധാരണയോടുകൂടി സമീപിക്കേണ്ടത്. ഈ കണക്കുകൂട്ടൽ ഏതൊരു കർമ്മത്തിനും ഫലസിദ്ധി ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ വിജയം നേടിയെടുക്കുന്നതിന് മുൻധാരണകൾ വളരെ സഹായിക്കുന്നു. സംഭവിക്കാനിടയുള്ള തടസ്സങ്ങൾ, നേരിടുന്ന അന്തിമ ഫലത്തെയും അളന്ന് അനുകൂലമായി തിട്ടപ്പെടുത്തി അതിനനുസരിച്ച് വേണം ഏതൊരു കർമ്മവും ചെയ്യേണ്ടതെന്ന് സാരം. കുറൾ 676. മുടിവും ഇടയൂറും മുറ്റിയാങ്കു എയ്തും പടുപയനും പാർത്തു ചെയ്യൽ. പരിണാമം അതിലെ തടസ്സങ്ങൾ അന്ത്യഫലം ഇവ പാർത്തു ചെയ്തിടുക കർമ്മം. ഓവർ സാർ, താങ്ക് യു. Consider culmination of work, possible hurdles, achievable benefits, and then begin the work. കുറൾ 677. 677 കുറൾ ചെയ്വിனை செய்வான் செயல்முறை അவ்வினை ഉള്ളറിവാൻ ഉള്ളം കൊടൽ. അതായത് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ ആദ്യമായി നമ്മൾ ആ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്നവന് വേണ്ടി പറയുന്നതാണ് ഈ കുറൾ. അതായത് നമ്മൾ കർമ്മം ചെയ്യുന്ന സമയവും എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആദ്യമായാണ് ഒരാൾ ഒരു കർമ്മം ചെയ്യുകയാണ്, ആ തൊഴിൽ ആദ്യമായി ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ചെയ്വിനെ ചെയ്വാൻ செயல்முறை. ആദ്യമായി ഒരു ആള് ചെയ്യുകയാണെങ്കിൽ അவ்வினை ഉള്ളറിവാൻ ഉള്ളം കൊളൽ. ആ കർമ്മം ചെയ്തവനോട് ചോദിച്ച് മനസ്സിലാക്കി ഉള്ളറിവാൻ ഉള്ളം കൊളൽ. അവൻ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നത്, ഉള്ളെന്ന് വെച്ചാൽ ആ കർമ്മത്തെ കുറിച്ച് എന്തൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് മുന്നേ ചെയ്ത ആളിനെ കണ്ടെത്തി അദ്ദേഹവുമായി സംസാരിച്ച് ആ ജോലിയെക്കുറിച്ച്, ആ കർമ്മത്തെക്കുറിച്ച് മുഴുവനായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവൂ. അതായത് ഇപ്പൊ നമ്മളൊരു തൊഴിൽ തുടങ്ങുകയാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് നമുക്ക് മസ്റ്റായിട്ട് വേണം. അപ്പൊ ആ എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ ആ തൊഴിൽ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ആ തൊഴിൽ ചെയ്ത ആളുമായി സംസാരിക്കുക, അവർക്കുള്ള എക്സ്പീരിയൻസ്. ഇപ്പൊ നമ്മൾ ഒരു റിസർച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രീ റിവ്യൂ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. അത് നമുക്ക്, കാരണം അതിന് മുന്നേ ഈ സബ്ജക്റ്റുമായി റിസർച്ച് ചെയ്തവരുമായിട്ട് നമ്മൾ ആലോചിച്ചാണ് അതിൽ എന്തൊക്കെ നിങ്ങൾ എന്തൊക്കെ കണ്ടെത്തി അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ റിസർച്ച് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് അതിൽ പ്രീ റിവ്യൂ വെക്കുന്നത്. അതുപോലെയാണ് ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മുന്നേ ചെയ്ത ആള് എന്തൊക്കെ ചെയ്തു, അതിൽ അയാൾക്ക് കിട്ടിയ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഏറ്റവും വലുത്. അതിൽ അയാളുടെ മനസ്സ് അറിഞ്ഞ് അതിന് എന്തൊക്കെയാണ്, നമുക്കത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞ് വേണം ഇത് ചെയ്യാൻ. ഉള്ളറിവാൻ ഉള്ളം കൊളൽ. അതായത് ആ കർമ്മത്തെ കുറിച്ച് മുഴുവനായി മനസ്സിലാക്കിയ ആളിന്റെ വൈദഗ്ധ്യം എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് മനസ്സിലാക്കണം. എന്നിട്ട് വേണം ഈ വർക്ക് ചെയ്യാൻ തുടങ്ങാൻ. ഓക്കെ, താങ്ക് യു. തിരുക്കുറൾ ഭാഗം 2, കുറൾ 677. ചെയ്വിனை ചെയ്വാൻ செயல்முறை അவ்வினை ഉള്ളറിവാൻ ഉള്ളം കൊളൽ. കർമ്മം തുടങ്ങവേ വൈദഗ്ധ്യം അതിലേറ്റമുള്ളവനോട് ആരാഞ്ഞു ചെയ്യുക. കർമ്മം തുടങ്ങവേ വൈദഗ്ധ്യം അതിലേറ്റമുള്ളവനോട് ആരാഞ്ഞു ചെയ്യുക. പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുന്നവൻ ചെയ്യേണ്ടത്, ഒരു കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവൻ ചെയ്യേണ്ടത് ആ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ആ കർമ്മത്തിൽ പരിചയമുള്ളവന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. ഒരു കർമ്മം തുടങ്ങുന്നതിന് മുമ്പേ ആ കർമ്മത്തിൽ വിജയം വരിച്ചവരുടെ അനുഭവവും പരിചയവും നേടുന്നത് അവ വിജയിക്കുന്നതിനൊരു പരിധിവരെ നിർണായക പങ്ക് വഹിക്കുന്നു. രാജാവ് ഒരു യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെയാണ് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ രീതികൾ അവലംബിക്കണം,
ആ കർമ്മത്തിന്റെ ഉള്ളുകള്ളികൾ എന്തൊക്കെയാണ് എന്നൊക്കെ നന്നായി അറിയാവുന്നവരുടെ അഭിപ്രായം അഥവാ ഉപദേശം കേട്ട് ചെയ്യുന്നത് ഗുണകരമാവും. ഇത് രാജാവിനെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് മന്ത്രിമാർ തന്നെയാണ്. മന്ത്രിയുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെയും ഈ കുറളിലും എടുത്തെടുത്തു പറയുന്നത്. ഏതൊരു കർമ്മത്തിന്റെയും ഫലം ഗുണദോഷങ്ങളിൽ ഉൾപ്പെടുത്താം. എപ്പോഴും വിജയം അഥവാ ഫലപ്രാപ്തി കാക്ഷിക്കുന്നവർ രാജാവായിക്കോട്ടെ, ഇന്നത്തെ ഭരണകർത്താക്കളായിക്കോട്ടെ, മുൻ അനുഭവങ്ങൾ പേറുന്ന മുൻ അറിവുകൾ, കയ്യിലുള്ളവരുടെ ഉപദേശങ്ങൾ തുടങ്ങിയവ അഭിപ്രായങ്ങൾ അതുമൊക്കെ മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. അതിന്റെ അപര്യാപ്തത നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രളയകാലത്ത് നമുക്ക് അതിപ്രളയം ഉണ്ടായത് ഡാം ഒക്കെ തുറന്നു വിട്ടതിന്റെ ഫലമായി ഉണ്ടായി. അതിൽ നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. അപ്പൊ നമ്മളൊരു ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരുടെ വിദഗ്ധ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും എന്നാണ് തിരുവള്ളുവർ ഈ കുറളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, അതുപോലെ മന്ത്രിമാരെ ഓർമ്മിപ്പിക്കുന്നത്. കർമ്മം തുടങ്ങവേ വൈദഗ്ധ്യം അതിലേറ്റമുള്ളവനോട് ആരാഞ്ഞു ചെയ്യുക എന്ന് കുറൽ 677 പറയുന്നു. താങ്ക് യു സർ. ഓവർ. Okay, one starting work has to accept advice of an experienced person in that job. This chapter explains the method of action. Kural 677 states that the proper way to perform a task is to first learn the method and thoughts of an expert in this field. This can be achieved by understanding the secret and intentions of someone who is knowledgeable and experienced in this task. The one who does the deed knows the process and mind. The method of doing deed is to know the opinion of the one who has done it before. One who engaged in an act must first know the opinion of one who is fully aware of the act. The method of performance, in short, the method of performance for one who has begun an act is to ascertain the mind of him who knows the secret thereof. Thank you. Over. കുറൾ 678. 678 കുറളാണ്. വിനയാൻ വിനയാക്കിക്കോടൽ നനകവുൾ യാനയാൾ യാനയാത്തറ്റ്. അതായത് നമ്മളിപ്പോ ഒരു ജോലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ആന മദം പിടിച്ചു കഴിഞ്ഞാൽ ആ ആനയെ തഴയ്ക്കാൻ വേണ്ടി നമ്മൾ കുംക്കി ആനകളെ കൊണ്ടുവരാറുണ്ട്. അപ്പൊ വേറൊരു ആനയെ കൊണ്ടാണ് ഈ മദം പിടിച്ച ആനയെ നമ്മൾ തഴയ്ക്കുന്നത്. അതുപോലെയാണ് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ വേറെന്തെങ്കിലും ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടി ചെയ്തു തീർക്കണം. ഇപ്പൊ ആ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്യൂ, അതിന്റെ കൂടെ നമുക്ക് സപ്പോർട്ടീവായിട്ട് പാരലായിട്ട് തന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു കർമ്മം കൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റില്ല. അത് ഏതിന്റെ കൂടെയാണ് ഉപമാനിക്കുന്നതെന്ന് വെച്ചാല് ഒരു ആനയെ തഴയ്ക്കാൻ വേണ്ടി വേറൊരു ആനയെ കൊണ്ടുവന്നാണ് അതിന്റെ മതപ്പാട് തീർക്കുന്നത്. അതുപോലെ അപ്പൊ ഒരു ആനയെ കൊണ്ട് തന്നെ വേറൊരു ആനയെ കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ വേറൊരു ജോലിയെ കൂടി കംപ്ലീറ്റ് ചെയ്യുക, അത് ആ കർമ്മം കൂടി നമ്മൾ ചെയ്തു തീർക്കുക. അതാണ് ഒരു മിടുക്കൻ എന്നുള്ളതാണ് പറയുന്നത്. നല്ല ഒരു മന്ത്രിയാണെങ്കിൽ അങ്ങനെ വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു കർമ്മം ഞാൻ ഏറ്റെടുത്തു, ഇത് മാത്രമേ ഞാൻ ചെയ്യൂ, വേറൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയേണ്ടി വരും, ഇന്ന ചെയ്യുക, ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മാത്രമേ ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. ചില വ്യക്തികളാണെങ്കിൽ അറിഞ്ഞു ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ വീടുകളിൽ തന്നെ നമുക്ക് അറിയാം, പല കാര്യങ്ങൾ നമ്മൾ മക്കളെ അടുത്ത് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യം മാത്രം ചെയ്യുന്ന കുട്ടികളുമുണ്ട്. അല്ലാതെ തന്നെ അതിന്റെ കൂടെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതും കൂടി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ വേണം ചെയ്യാൻ. അതാണ് ഒരു മന്ത്രിയുടെ മിടുക്ക് എന്ന് പറയുന്നതാണ്. അതിനാണ് ഈ ആനയെ ഉപമാനമായിട്ട് പറയുന്നത്. അതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, താങ്ക് യു. ഞാൻ പറയട്ടെ സാറേ? പറഞ്ഞു. കുറൾ 678. വിനയ്യാൽ വിനയ്യാക്കി കോടൽ
നനൈ കബുൾ യാനയ്യാൽ യാനൈ യാത്തറ്റു. ഒരു തൊഴിലിൽ മറ്റൊന്ന് തീർക്കൽ താപ്പാനകളാൽ മത കളഭ ബന്ധനം പോലെ. ഒരു തൊഴിലിൽ മറ്റൊന്ന് തീർക്കൽ താപ്പാനകയാൽ മത കളഭ ബന്ധനം പോലെ. ചെയ്ത് തീർക്കേണ്ട കർമ്മത്തിനിടയ്ക്ക് അതുപോലുള്ള മറ്റൊരു പ്രവൃത്തി കൂടി സാധിച്ചെടുക്കുക എന്നത് ബുദ്ധിയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് മതയാനയെ മറ്റൊരാനയെ കൊണ്ട് ബന്ധിക്കുന്നത് പോലെ ഒരു പ്രവൃത്തിക്കിടയില് അതുപോലുള്ള മറ്റൊരു പ്രവൃത്തി കൂടി സാധിച്ചെടുക്കുന്നത് ബുദ്ധിയാകുന്നു എന്നാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ശാന്തിമാൻ പറഞ്ഞതുപോലെ തന്നെ ആനയുടെ കാര്യം, താപ്പാനയെ കൊണ്ട് മറ്റൊരാനയെ ബന്ധിക്കുന്നത് പോലെ ലാഭകരമാണിത്. ആദ്യത്തെ പ്രവൃത്തി നീണ്ടു പോകുമ്പോൾ ആലോചനാപൂർവം മറ്റൊന്നുകൂടി ഇടയ്ക്ക് തീർക്കാൻ ഇതിലൂടെ സാധിക്കുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ, രാജാവ് ഒരു വലിയ രാജ്യത്തെ വലിയൊരു സൈന്യപ്പടയോടുകൂടി പോകുമ്പോൾ രാജാവിന് ഇടയ്ക്ക് ചിലപ്പോൾ എതിർത്ത് നിൽക്കുന്ന നാട്ടുരാജ്യങ്ങളെ കൂടി പരാജയപ്പെടുത്തി പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ മന്ത്രി രാജാവിന് ഉപദേശം കൊടുക്കുക, ആ രീതിയിൽ മന്ത്രി ആവശ്യമായ നടപടികൾ എടുക്കുക എന്നും ഈ കുറലിലൂടെ തിരുവള്ളുവർ പറയുന്നുണ്ട്. വിനയ്യാൽ വിനയ്യാക്കി കോടൽ നനൈ കബുൾ യാനയ്യാൽ യാനൈ യാത്തറ്റു. ഒരു തൊഴിലിൽ മറ്റൊന്ന് തീർക്കൽ താപ്പാനയാൽ മതകളഭ ബന്ധനം പോലെ. ഓവർ സർ. കുറൽ 678. Completing one with work along with another is like capturing one elephant with another tusk. 679. കുറൾ 679. നട്ടാർക്ക് നല്ല செயலின் വിരൈந்தതേ ഒട്ടാരെ ഒട്ടിക്കൊളൽ. അതായത് നമ്മളിപ്പോ നട്ടാർ എന്ന് പറഞ്ഞാൽ നട്പ് കൊണ്ടവർ, അതായത് നമ്മളുമായിട്ട് നല്ല സൗമ്യഭാവത്തിൽ നമ്മളോട് ചേർന്നിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ എന്ന് പറയാം. നട്ടാർക്ക് നല്ല செயலின் വിരൈந்தതേ, അവർക്ക് നമ്മൾ നന്മ ചെയ്യുന്നതിനേക്കാളും വേഗത്തിൽ, വിരൈந்தതേ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ഒട്ടാരെ ഒട്ടിക്കൊള്ളൽ, അതായത് നമ്മളുമായി ഇണങ്ങാതിരിക്കുന്ന നമ്മുടെ ശത്രുക്കളുടെ ശത്രുക്കളെ മിത്രമാക്കി. അതാണ്, അതായത് നമ്മുടെ ശത്രുക്കൾ ആരാണോ ആ ശത്രുക്കൾക്ക് ശത്രുക്കളായി നിൽക്കുന്നവരെ നമ്മുടെ ഭാഗത്ത് ചേർത്തുകൊള്ളണം. അത് ഏതുപോലെ? നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന നമുക്ക് നല്ലത് തന്നെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ നല്ലത് ചെയ്തു കൊടുക്കും. അതിനെ ചെയ്യുന്നതിനേക്കാൾ ഉപരി വേഗത്തിൽ ആക്കണം. അതായത് ഇത് ഒരു രാജാവിന് ഉകന്നതാണ് പറയുന്നത്. ഒരു രാജാവ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ രാജാവിന് എപ്പോ വേണമെങ്കിലും ആ രാജ്യത്തിനെ ആക്രമിക്കാനായി ഒരു എതിരാളി മുമ്പിലുണ്ട്. ആ എതിരാളിക്ക് ഒരു ശത്രു ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ആ ശത്രുവിനെ നമുക്ക് മിത്രമാക്കിക്കൊള്ളണം. കാരണം ഇദ്ദേഹത്തിനെ എതിർക്കാൻ അത് ഉപകാരപ്പെടും. അപ്പോൾ അന്നത്തെ കാലത്ത് രാജാവ് എന്ന് പറയുമ്പോൾ നാട് പിടിക്കൽ എന്ന് പറയുന്നത് അവരുടെ മെയിനായ ഒരു സംഭവമാണ്. ഒരു രാജാവിനെ അംഗീകരിക്കുക, ചക്രവർത്തിയാക്കുക എന്ന് പറയുമ്പോൾ നാട് ആക്രമിച്ച് എത്ര നാടുകൾ അയൽവക്കത്തുള്ള ഏതൊക്കെ രാജ്യങ്ങളാണ് അവരുടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ വീരം എന്ന് പറയും, അതിനെ അംഗീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രവർത്തിക്കണം, നമ്മൾ ഏതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൽ ഏറ്റവും പ്രധാനമാണ് ഇത്. അന്നത്തെ രാജാവിന് മാത്രമല്ല, ഇന്ന് നമുക്കും ഉപകാരപ്പെടും. നമ്മുടെ ശത്രു ആരാണോ ആ ശത്രുവിന്റെ ശത്രുവിനെ നമ്മൾ മാക്കിക്കൊള്ളുകയാണെങ്കിൽ, ഇന്ന് പലരും അങ്ങനെ പല സൂത്ര കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ വശത്താക്കിക്കൊള്ളണം. അങ്ങനെ നമ്മുടെ വശത്താക്കുകയാണെങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ്. അതുകൊണ്ടാണ് രാജാവിന് മാത്രമായി ഇത് പറഞ്ഞാലും നമുക്കും ഇന്ന് ഉപകാരപ്പെടും. അല്ല എങ്കിൽ നമ്മൾ എപ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആക്രമണത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഓഫീസിലായാലും അല്ലെങ്കിൽ നമ്മൾ ഏത് ജോലി സ്ഥലത്തായാലും
നമുക്ക് എതിരാളി ഉണ്ടെങ്കിൽ ആ എതിരാളിക്ക് എതിരാളിയായി ഇരിക്കുന്ന ആളെ നമുക്ക് സപ്പോർട്ടീവായി വെക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കാൾ അതിന് കൊടുക്കുന്ന എത്ര വേഗതയുണ്ടോ അതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ പോകണം. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ചിയലിൻ വിരൈന്തതേ. വിരൈവ് എന്ന് പറയുമ്പോൾ വളരെ വേഗത്തിൽ ചെയ്യണം, ഒട്ടാരെ ഒട്ടിക്കൊള്ളണം. അതായത് നമ്മുടെ എതിരാളിക്ക് എതിരാളിയായി ഇരിക്കുന്ന ആൾക്കാരെ നമ്മുടെ വശത്താക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൾ 679. നട്ടാർക്ക് നല്ല ചെയ്യലിൻ വിരൈന്തതേ ഒട്ടാരൈ ഒട്ടിക്കൊളൽ. മിത്രാദരത്തിലും പെട്ടെന്ന് വേണ്ടതോ ശത്രുക്കളെ വശത്താക്കൽ. മിത്ര ആദരത്തിലും പെട്ടെന്ന് വേണ്ടതോ ശത്രുക്കളെ വശത്താക്കൽ. സ്നേഹിതരെ സഹായിക്കുന്നതിനേക്കാൾ മുൻപേ ചെയ്യേണ്ടത് ശത്രുക്കളായുള്ളവരുമായി സഹകരണം ഉണ്ടാക്കുന്നതാണ്. അതാണ് വേണ്ടത്. കർത്തവ്യ വിജയത്തിനായി ബന്ധുമിത്രാദികൾക്ക് നന്മ ചെയ്യുന്നതോടൊപ്പം എതിർ പക്ഷത്തുള്ളവർക്കും നന്മ ചെയ്യേണ്ടതുണ്ട്. കാരണം മിക്കവാറും ശത്രു ഒരിക്കൽ മിത്രമായിരുന്നിരിക്കും. മിത്രമെന്ന അതിരു കടന്നാൽ അടുത്ത് നിൽക്കുന്നവൻ ശത്രുക്കളാണെന്നിരിക്കെ അവരെ കൂടി തന്റെ ഭാഗത്തേക്ക് ചേർത്ത് നിർത്തേണ്ടത് ഒരു രാജാവിന് അഭികാമ്യവും അത്യാവശ്യവുമായ ഒരു കാര്യമാണ്. കൊടുക്കുന്നവർക്ക് തന്നെ വീണ്ടും വീണ്ടും നൽകി അവരുടെ പ്രീതിയിൽ വ്യത്യാസം വരാതെ ഇരിക്കുകയും അല്ലെങ്കിൽ സ്വതവേയുള്ള താല്പര്യം അല്പം കൂടി വളർത്തുക എന്നതിലുപരി കർത്തവ്യ നിർവഹണത്തിന് ആത്യന്തിക വിജയത്തിനും എത്രയും വേഗം തന്റെ ശത്രുക്കളുടെ ശത്രുവായിട്ടുള്ളവരെ വശത്താക്കിയാൽ അതുതന്നെയാണ് ബുദ്ധിപൂർവമായ ചുവടുവയ്പ് എന്ന് പറയാം. അതായത് മിത്രമായിരിക്കുന്നവരെ, സ്നേഹിതരായിരിക്കുന്നവരെ നമ്മൾ വീണ്ടും വീണ്ടും നൽകി അവരെ മിത്രതയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. നമ്മുടെ ശത്രു ആരാണെന്ന് കണ്ടറിഞ്ഞ് അവരെ കൂടി പ്രീതിപ്പെടുത്തി നമ്മുടെ ശത്രുതയിൽ നിന്ന് നമ്മൾ രക്ഷ നേടുക എന്നുമാണ് ഈ കുറളിൽ പറയുന്നത്. കാര്യഫലപ്രാപ്തിക്ക് അകലെയുള്ള മിത്രത്തെക്കാൾ അടുത്തുള്ള ശത്രു ഉപകാരിയാകുമെന്നും പറയുന്നത് അതുകൊണ്ടാണ്. ഇന്ന് നമ്മൾ ലോകരാജ്യങ്ങളിൽ കാണുന്നതും അതുതന്നെയാണ്. പലപ്പോഴും ശത്രു രാജ്യങ്ങളെ കൂട്ടുപിടിച്ചാണ് വൻ രാജ്യങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. അത് നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു രാജ്യത്തെക്കുറിച്ചോ ഒന്നും പറയേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അത് തന്നെയാണ് ഇവിടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറൾ 679 തിരുവള്ളുവർ പറയുകയാണ്, നട്ടാർക്ക് നല്ല ചെയ്യലിൻ വിരൈന്തതേ ഒട്ടാരെ ഒട്ടിക്കൊള്ളൽ. ഓവർ സർ, താങ്ക് യു. Okay, sir. Before helping friends, the initial work is to create cooperation with enemies. It is quicker to recruit an enemy to suit oneself than to help a friend. This Kural explains, it is more urgent to win over enemies than to perform good deeds for friends. The verse advises that securing an alliance with one's adversaries should be prioritized and done with greater speed than helping one's allies. That means more urgent than doing good for one's friend is to make oneself agreeable to one's enemies. It explains that the verse emphasizes that a person should act quickly to befriend their enemies. This is because enemies can pose a greater threat than a friend can provide help. And dealing with them first is a more immediate and critical task. That means, in contrast, the advice is often applied in a political or a strategic sense, suggesting that securing the goodwill of those who are not on your side should be a top priority to prevent potential harm and secure an advantage. Thank you, sir. Over. കുറൾ അവസാനത്തെ കുറളാണ് 680. 680. குறை சிறியார் உள்நடுங்கல் அஞ்சி குறை பெறின் കൊൾവർ പെരിയാർ പണിന്ത്. കുறை ചിറിയാർ എന്ന് പറഞ്ഞാൽ
ഈ ചെറിയ ചെറിയ രാജാക്കന്മാര്, അതായത് വലിയ രാജാവും ഉണ്ട്, ചെറിയ രാജാവും ഉണ്ട്. അപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രം കീഴടക്കി കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം രാജാവായിരിക്കുന്നവര് അവരുടെ രാജ്യത്തുള്ളത് ഉറൈ ചിറിയാർ ഉൾനടുങ്കൽ, അവരുടെ രാജ്യത്തുള്ള ജനങ്ങൾ പേടിച്ച് വിറയ്ക്കുകയാണെങ്കിൽ ആരെ കണ്ട്? അഞ്ചി അക്കുറൈ പെറിൻ, അഞ്ചി കുറൈ പെറിൻ, അതായത് അഞ്ചി എന്ന് പറഞ്ഞാൽ ഭയക്കുക, കുറൈ പെറിൻ അതും അവരുടെ രാജ്യത്തിലുള്ള ജനങ്ങൾ അവരുടെ രാജ്യത്തിൽ തന്നെ ആ ചെറിയ രാജാവിനോട് തന്നെ പറയുകയാണെങ്കിൽ പെരിൻ കോൾവർ പെരിയാർ പണിത്, അതായത് അവരെക്കാളും ചെറിയ രാജ്യത്തുള്ള രാജാക്കന്മാരെക്കാളും വലിയ രാജാവ്, ചക്രവർത്തി എന്ന് പറയാം, അവരെ കണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഭയക്കുകയാണെങ്കിൽ, അതായത് എപ്പോ വേണമെങ്കിലും ആക്രമിക്കാൻ, എപ്പോ വേണമെങ്കിലും യുദ്ധം നടക്കാം, അപ്പൊ നമ്മള് അവര് വലിയ വലിയ രാജാവാണ്, അവർക്ക് എന്തൊക്കെയുണ്ട്, സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അവരുമായിട്ട് യുദ്ധം, നമുക്ക് അത്രയും സേനകളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് ജനങ്ങൾ ഭയക്കുകയാണെങ്കിൽ ആ രാജാവ് ഈ വലിയ രാജാവിനോട് താഴ്ന്ന് അവരുമായി സഹകരിക്കുക. അതാണ് ബുദ്ധി. അല്ലാതെ കാരണം നമ്മുടെ കയ്യിൽ നമുക്ക് അതിനുള്ള സേനാഫലം ഒന്നുമില്ല, നമ്മൾ തോറ്റുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ചെന്ന് എൻ്റെ വലിയ രാജാവിനോട്, അതായത് അയാൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, അവിടെ ചെന്ന് യുദ്ധം ചെയ്യാൻ പോകുന്നത് മണ്ടത്തരമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഉറൈ ചിറിയാർ. ഉറൈ ചിറിയാർ എന്ന് പറയുമ്പോൾ തന്നെ അതിലെല്ലാം ഉണ്ട്. നമ്മൾ കുറച്ച് സ്ഥലമേ ഉള്ളൂ, മാത്രമല്ല അവരുടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ള രാജ്യത്ത് ആ രാജാവിന്റെ കീഴിലിരിക്കുന്ന ആ ജനങ്ങൾ, ആ കുടിമക്കൾ എന്ന് പറയാം, ഉൾനടുങ്കൽ, അതായത് പേടിച്ചു പറച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ എപ്പോഴും തിരുക്കുറളിൽ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു നാട് എങ്ങനെ ഇരിക്കണമെന്ന് പറയുമ്പോൾ ചെറുപകൈ, പസിയും അതായത് വിശപ്പ്, എതിരാളിയും പാടില്ല എന്നാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങൾ ഭയന്ന് വിറച്ച് ജീവിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ അഞ്ചി കുറൈപെറിൻ, ഭയന്ന് ആ കുറവ് ഞങ്ങൾക്ക് ഭയമാണ് എന്ന് സ്വന്തം രാജാവിനോട് തന്നെ ചെന്ന് പറയുകയാണെങ്കിൽ ആ രാജാവ് ചെയ്യേണ്ടത് വലിയ രാജാവിനോട് അടിയറ പറയുന്നതാണ്. താഴ്ന്നു പോയി അവരെ നമ്മുടെ ഇവർക്ക് അവരുടെ ഇതിനൊത്ത് ഫ്രണ്ട്ഷിപ്പ് ആക്കി അവരുമായി യോജിച്ചു പോകുന്നതാണ് നല്ലത് എന്നാണ് ഈ കുറളിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു. കുറൽ 680. ഉറൈ ചിറിയാർ ഉൾനടുങ്കൽ അഞ്ചിക്കുറൈ പെറിൻ കോൾവർ പെരിയാർ പണിന്തു. ഇടനാട് കാക്കുവോർ തോൽവി ഭയന്നുടമ്പടി ചെയ്യിൽ മാനിക്കും നല്ലോർ. ദുർബലർ തങ്ങളെ ബഹുമാനിക്കുന്ന ശക്തരായ ആളുകളുടെ ബന്ധുത്വം തേടാം. അങ്ങനെ അവർ മറ്റുള്ളവരെ നേരിടും. ബലഹീനൻ സ്വന്തം കക്ഷിക്കൂനം തട്ടാതിരിക്കുവാൻ വല്ലവൻ അടിമപ്പെട്ട് ശാന്തി നേടിയെടുക്കണം എന്നാണ് കവിയുടെ വാക്യം. അപ്പോൾ ഒരു പ്രവൃത്തിയുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ, തടസ്സങ്ങൾ, പ്രവൃത്തിയുടെ ഫലങ്ങൾ, ഇവയെല്ലാം മുൻകൂട്ടി കാണണം, എന്നിട്ട് വേണം പ്രവർത്തിക്കാൻ. നിർവഹണത്തിൽ മിടുക്കനായ ഒരാൾ എല്ലാ ജോലികളുടെയും സൂക്ഷ്മതകൾ വിദഗ്ധരിൽ നിന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അത് നിർവഹിക്കുക. അത് ഒരു ജോലി പൂർത്തിയാക്കാൻ, അതായത് കുങ്കിയാനെ ഉപയോഗിച്ച് മറ്റൊരു മുഷ്കനായ ആനയെ മെരുക്കുന്നത് പോലെയാണത്. സുഹൃത്തുക്കൾക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നതിനേക്കാൾ തന്ത്രശാലി സമ്മർദ്ദം ചെലുത്തുന്നത് ശത്രുക്കളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതാണ്. ആഭ്യന്തര പ്രശ്ന പരിഭ്രാന്തിയെ ഭയന്ന് ചെറിയ ഒരു രാഷ്ട്രം അവരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടാൻ ഒരു ഉന്നത ശക്തിക്ക് ബുദ്ധിപരമായി കീഴടങ്ങും. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് പതിവ് പോലെ നമ്മൾ ഇന്നും പഠിച്ചത്. ഒരു ഭരണാധികാരിക്ക് ആവശ്യം വേണ്ടുന്ന ചില ടാറ്റിക്സ്,
സ്ട്രാറ്റജി, തന്ത്രങ്ങൾ ഒക്കെയാണ് ഇന്ന് നാം പഠിച്ചത്. ഇതൊക്കെ വ്യക്തിപരമായി ചിലപ്പോഴൊക്കെ നമ്മളും ശീലിക്കാറുള്ളതാണ്. ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കണം. ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഭരണകർത്താക്കളൊക്കെ വരാൻ പോവുകയാണ്. അപ്പൊ ഭരണകർത്താക്കൾക്ക് വേണ്ടിയുള്ള ഒരു നല്ല സെഷനാണ് നമ്മൾ ഇന്ന് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഭരണപക്ഷവും പ്രതിപക്ഷവും. ഭരണപക്ഷത്ത് ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ തന്നെ അത് മുതലെടുക്കാൻ പ്രതിപക്ഷം വരും, തിരിച്ചും. അപ്പോൾ ഇന്നലെ വരെ ശത്രുവായിരുന്നവർ പെട്ടെന്ന് ഓടിക്കൂടി മിത്രമാകും. അതൊക്കെയാണ് അതിന്റെ തന്ത്രങ്ങൾ. സമ്മർദ്ദത്തിലാക്കും. അതിനെ മറികടക്കാൻ കഴിവുള്ളവൻ അതിനേക്കാൾ ധീരൻ. ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ അനുദിനം പത്രം വായിക്കുമ്പോഴും വാർത്ത കേൾക്കുമ്പോഴും കണ്ണു തുറന്ന് ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോഴും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പാഠങ്ങൾ പഠിക്കണം അനുദിന ജീവിതത്തിൽ നിന്നും. അപ്പോൾ നമുക്കും ഗുണം ചെയ്യും. തീർച്ചയായിട്ടും ഇന്നത്തെ സെഷനിൽ പങ്കെടുത്തവർക്ക് ഇത് ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഉപകാരം ചെയ്യും. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ശാന്തിമാം, അതുപോലെ തന്നെ ഇന്നത്തെ ഈ മഹാകർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാ ട്രാൻസ്ലേറ്റേഴ്സും, ഓമന ടീച്ചറും ഷീലാമാമും അതുപോലെ തന്നെ റോയ് സാറും ഒക്കെ അഭിനന്ദനാർഹരാണ്. സാബു സാറിന് പ്രത്യേകം നന്ദി. ഒപ്പം ഇത് കേൾക്കുവാൻ വന്നു ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും നന്ദി. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഓവർ ടു ഓമനാമ. Thank you, sir. The Quran 680 states, "The weak should honor and seek the kinship of stronger people, thereby making others treat them with respect and awe." This counsel for pragmatic alliance to gain influence is illustrated by the story of Indra and the Supreme Brahman in the Kenopanishad. The Devas, having defeated the Asuras, grew arrogant, believing their own power brought the victory. Brahman, wishing to humble them, appeared as a mysterious Yaksha, a mighty spirit. Indra, unable to approach the Yaksha himself, sent Vayu and Agni, who both failed to identify or overpower the spirit. Finally, Indra approached the Yaksha through the grace of Uma, the goddess of knowledge, who revealed that the spirit was Brahman, the ultimate source of all power. By seeking the protection and knowledge of the superior power, Brahman or Uma, Indra's position was affirmed, commanding the awe and wisdom needed to govern the cosmos. Chapter 68, Style of Work, Vinay Sayal Vagai, serves as a crucial manual for executive wisdom. Within the Tirukural's section on governance, the chapter moves from the necessity of decisive action, Kural 671, to the pragmatic handling of tasks even when resources are limited, Kural 673. Ultimately, it emphasizes the importance of resourcefulness, strategic alliance, and diplomatic skill to ensure the successful completion of any undertaking. These maxims reinforce the Quran's core philosophy, that ethical integrity must be seamlessly married to practical efficiency for effective worldly living. A small poem. To finish work, be swift and sharp. Use what you have, despite the car. If weak, then lean
on mightier sway, for success lights the chosen way. Thanking to the platform itself, Sabu sir, Joshi sir, and Nayanar sir for facilitating the connection and providing the necessary technology to bring everyone together effectively. Thank you, Shanti ma'am, Sheila ma'am, Roy sir, George sir, for joining the session, engaging in the discussion, and leading your voices and insights. Your active presence drove the conversation forward. Thank you, Ramavati ma'am, Sudhodana sir, Hari sir, Kunjoy master, for your time to watch, absorb the content, and follow along your attention and interest are deeply appreciated. Thank you all. So thank you, ma'am. Thank you very much. Thank you, ma'am. Thank you. മോഹൻദാസ് സാർ പറയൂ, അടുത്ത ആഴ്ച. ശാന്തി മാം, താങ്ക് യു. Okay, thank you, sir. Thank you all. Thank you. ആദ്യമായിട്ട് സാബു സാറെ Thank ഇന്ന് you, ma'am. Thank you. 1666 ദിവസമാണ് സാബു സാറിന്റെ ഈ ബാറ്റ് പ്രീ വെബിനാറിന്റെ തുടങ്ങിയിട്ടുള്ളത്. നല്ലൊരു നമ്പറാണ്. നമ്മളിതും 68 അടുത്തത് 69. ഇന്നത്തെ ക്ലാസ് വളരെ ഇല്ലാണ്. ഇതെന്ന് പറയില്ല, ഇത് എല്ലാവരും കണ്ടിന്യൂഷൻ ആണ്. ആ ചെയ്യുന്ന കർമ്മത്തിന്റെ ശുദ്ധി, അതിന്റെ വ്യാപ്തത, അതിന്റെ പ്രവർത്തന രീതി, ഇങ്ങനെ ഓരോന്നും പല ആംഗിളിലായിട്ട് അത് അനലൈസ് ചെയ്ത് പറയുന്ന ഒരു ഇതാണ്. നല്ല വെറുതെ മാത്രം പറഞ്ഞു പോകുന്നത്. ഇനി അടുത്ത ആഴ്ച വരും. അതുകൊണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് യാത്രയില്ലാത്തതുകൊണ്ടാണ് പിന്നെ ശാന്തി മഠത്തിനോട് തന്നെ റിക്വസ്റ്റ് ചെയ്ത് അവിടെ എടുത്തു. വളരെ നന്നായിട്ട് തന്നെ മാത്രമല്ല സമയം എന്താ പറയുക കൃത്യത ഉണ്ടായിരുന്നു. 7:10 തുടങ്ങി 8:15 തന്നെ 8:20 പിന്നെ അത് നടത്താൻ സാധിച്ചു. വളരെ കൃത്യമായിട്ട് അത് എല്ലാവരും അത് പ്രസന്റ് ചെയ്തു. ഇനി അടുത്ത ആഴ്ച വരുന്നത് നിനക്ക് ഇത്രയും ഒരു രാജാവിന് വേണ്ട മഹത്വങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത തൂത് NY എന്നുള്ളതാണ് വരുന്നത്. അത് ഒരു ചെറിയ രാജാവ് വലിയ രാജാവിൻ്റെ അടുത്ത് ചെന്ന് അപേക്ഷിക്കണമെങ്കിലും നേരിട്ട് പോകത്തില്ല, ദൂത് വഴിയേ പോകത്തുള്ളൂ. ആ ദൂത് ചെല്ലുന്ന ആള്, ആ മെസ്സഞ്ചർ ഏത് തരത്തിലുള്ള ആളായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് അടുത്ത ഇതിലേക്ക്. അത് ഈ പറയുന്നപോലെ രണ്ട് കൂട്ടർക്കും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് വളരെ രമ്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു മധ്യസ്ഥൻ ഉണ്ടാകും. ഒരിടത്തുനിന്ന് മറ്റൊരാൾക്ക് പോയി മെസ്സേജ് കൈമാറുന്ന രീതിക്കല്ലേ, അതാണ് ദൂത് എന്ന് പറയുന്നത്. ആ ആള് എങ്ങനെ ആയിരിക്കണം, അവിടെ പ്രവൃത്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളതിനാണ് നോക്കുന്നത്. അത് പല ഇതിൽ വരുന്നുണ്ട്. കാരണം പിന്നെ രാമായണത്തിലാണെങ്കിലും ഇത് തൂതുപടലുണ്ട്. അങ്കദൻ തൂതുപടലം എന്ന് പറഞ്ഞിട്ടുണ്ട്. യുദ്ധം ഇതാക്കാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്കുള്ളതിൽ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുള്ള മധ്യസ്ഥൻ ആയിട്ട് പോകുന്നു. ഇപ്പൊ തന്നെ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അമേരിക്കയും റഷ്യയും യുക്രൈനും ഉള്ളത്, അതുപോലെ തന്നെ ഇസ്രയേലും ഹമാസൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അവിടെയൊക്കെ ഈ രണ്ടു കൂട്ടർക്കും യോഗ്യരായ ആൾക്കാരെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പം അടുത്ത ആഴ്ച ദൂതാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അത് പങ്കെടുക്കാം. ഒരിക്കൽ കൂടി സാധി ടീച്ചർക്കും ഓമന ടീച്ചർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ വളരെ സന്തോഷം. നമുക്ക് അടുത്ത ആഴ്ച പുതിയ ഇതിലേക്ക് പോകാം. നാളെ നമുക്ക് വൈസ് അഡ്മിറൽ കണ്ണൻ സാറിൻ്റെ ക്ലാസ്സാണ്. പുതിയൊരു ടെക്നോളജി ബേസ്ഡുള്ള ക്ലാസ്സാണ്. ഇമ്പത്താറ്റിലൂടെയൊക്കെ വരിക. ശാന്തി മാം, താങ്ക് യു വൺസ് അഗെയിൻ. വളരെ മനോഹരമായ ഇന്നത്തെ സെഷൻ നമുക്ക് ചെയ്തു തന്നു. താങ്ക് യു. Thank you, sir. Thank you. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേ അല്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ്, സി യു. എല്ലാവർക്കും നന്ദി. അതെ അതെ അതെ, എല്ലാവർക്കും നന്ദി. ഗുഡ് നൈറ്റ്. ശാന്തി മാം ചെറിയ എന്താ പറയുക, ശാന്തി മാമിന്റെ പാഠം എടുക്കുമ്പോ സ്കൂളിലെല്ലാം ഉള്ള പോലെ നമുക്ക് അങ്ങനെയുള്ള തോന്നിയത്. കാരണം നല്ല സ്ഫുടത
എന്താ ബാക്കി എല്ലാവർക്കും അങ്ങനെ ഇല്ലാന്നല്ല. ശാന്തി മാം തമിഴ് നല്ല ഇതായിട്ട് പറയുന്നുണ്ട്. താങ്ക് യു മാം. താങ്ക് യു മാം. ക്ലാസ്സിൽ നമ്മൾ ഇരിക്കുന്നത് പോലെ തോന്നും. ശാന്തി മാമിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നു. കാരണം നല്ലതായിരുന്നു ഈ ആഴ്ചന്റെ ശരിക്കും എല്ലാം നല്ല പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ നല്ലതാണ്. രമാവതി ഇവിടെ വിടരുത് കേട്ടോ, ശാന്തി മഠത്തിന് വിടരുതേ. അല്ല സാറിന്റെ ക്ലാസ് നല്ലത് തന്നെയാ. ശാന്തി മാം എടുക്കുമ്പോഴത്തേക്ക് സ്കൂളിൽ കോളേജിൽ നമ്മൾ ഇരിക്കുന്ന പോലെ തോന്നി സാറേ. താങ്ക് യു മാം. രണ്ട് പ്രവൃത്തിയും ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് അധികം സ്ത്രീകളാന്ന് തോന്നുന്നത് അതില് പ്രാവീണ്യം ഇതാക്കുന്നത്. കാരണം നമ്മളിപ്പോ അടുക്കളയിൽ ദോശ ചുടണമെങ്കിൽ ദോശ പോകാൻ കുറച്ച് സമയം തൊട്ടടുത്ത് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കഷ്ണങ്ങൾ മുറിക്കാനൊക്കെ അത് രണ്ടിലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. അതെ രണ്ടല്ല, ശരിക്കും പറഞ്ഞ നമ്മള് 10 കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യുമല്ലോ. അടുക്കള കയറിയാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യില്ലേ? അല്ല ഒന്നിച്ച് ചെയ്യാൻ പറ്റുമല്ലോ ഇതെല്ലാം. അതെ. പാട്ട് കേൾക്കുന്നുണ്ടോ? സാർ ഇതൊക്കെ കേൾക്കുന്നുണ്ടേ? അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെന്ന്. സാറ് എവിടെ കേൾക്കാനാ? നമ്മള് 2-3 കാര്യങ്ങൾ സ്ത്രീകളെ ചെയ്യും. കാരണം അവിടെ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് കേൾക്കും, ദോശ ചൂടും, അതിനിടയിൽ കഷ്ണങ്ങൾ മുറിക്കും ഇപ്പുറത്തെ ഭാഗത്തുനിന്ന്. അപ്പൊ ദോശ വേവാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കുവേ. പിന്നെ മാം പറഞ്ഞില്ലേ ഉപ്പ് ഇങ്ങനെ ഇത് മഴയത്ത് കൊണ്ടുപോയിക്കൂടെ, അതുപോലെ കാറ്റുള്ളപ്പോൾ തൂറ്റണമെന്ന് പറയല്ലേ. അതെ, നമ്മള് നെല്ലെല്ലാം ഇങ്ങനെ ഇതാക്കല്ലേ കാറ്റുള്ളപ്പോൾ. അതെ പാറ്റുക. അപ്പോൾ എല്ലാം നല്ലതായിരുന്നു. താങ്ക് യു എല്ലാവർക്കും നന്ദി. രമാവതി മാമിന്റെ ലൊക്കേഷൻ ഒന്ന് എനിക്ക് ഇടണേ. എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത്? ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് സാറേ. ഇട്ടിട്ടുണ്ടോ? ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാനിപ്പോ കാസർഗോഡാണ് കേട്ടോ. ആരെങ്കിലും പോരുന്നുണ്ടോ? സാറേ നാളെ രാവിലെ എനിക്ക് റഫറി അവിടെ ഇത് നടക്കല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സാറേ, പിന്നെ കേരളോത്സവത്തില് യോഗ ഉൾപ്പെടുത്തിയ ഒരു ഇതായിട്ട് മത്സരമായിട്ട്. അത് നമ്മളെ പാലായി. അത് കുറച്ച് സമയം ഉണ്ടാവും. 10 മണിക്ക് പോയാലും ഉച്ചയാകുമ്പോ തീരും. അത് കുറച്ച് സമയം. ഞാൻ നോക്കട്ടെ. ഞങ്ങള് ചിലപ്പോ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ബേക്കൽ ഫോർട്ടിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ നോക്കട്ടെ എങ്ങനെയാണ്. എത്ര പേരുണ്ട് സാറേ? ഞാൻ 2 പേരുള്ളൂ. എന്തായാലും വരുമ്പോ ഞങ്ങൾ 3 മണിക്ക് ഇറങ്ങുമായിരിക്കും. 3 മണിക്ക് ഇറങ്ങി അവിടെ ഒന്ന് കണ്ട് ഫ്രണ്ടിന്റെ വീട് എവിടെ? നീലേശ്വരം പടിഞ്ഞാറ്റം കോവിലാണോ? അല്ലല്ല, ഞങ്ങൾ 2 പേരും കൊട്ടത്തുനിന്ന് വന്ന. അല്ല സാറേ, നീലേശ്വരത്തുള്ള ഫ്രണ്ടിന്റെ. അതെ, നീലേശ്വരത്ത് എവിടെയാന്നല്ല. പുള്ളി നാളെ ഇല്ല. ഞാൻ പുള്ളിയുടെ കൂടെ വരാൻ, പുള്ളിയുടെ വണ്ടി എടുത്ത് വരാന്ന് വിചാരിച്ചേ. പുള്ളി നാളെ ലീവാ. അപ്പൊ പുള്ളി വരുന്നില്ല. വണ്ടി ഏർപ്പാടാക്കണോ? അല്ല, വണ്ടി ഉണ്ടോ? വണ്ടി സാറിന്റെ തന്നെ ഉണ്ടോ? എനിക്ക് വണ്ടിയില്ല. ഞാനിവിടെ വരണമെന്നുണ്ടെങ്കിൽ വണ്ടി ഉണ്ട്. ഞാൻ എന്തായാലും ഞാൻ നാളെ പറയാം. വണ്ടി ആരാ ഓടിക്കുന്ന? ഇപ്പൊ ഓടിക്കാൻ ആളില്ലല്ലോ. അങ്ങനെയല്ല സാറേ, അല്ല മോനില്ല ഇവിടെ. വേറെ ആങ്ങളെന്റെ മോനെ ആറ്റാതാക്കണോന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ വരുവാണെങ്കിൽ ജസ്റ്റ് അതിൽ വന്നിട്ട് തിരിച്ചു പോയി ഞങ്ങളെ കൊണ്ട് മെയിൻ റോഡിൽ വിട്ടാൽ മതി. ബസ് കയറുന്നിടത്ത് വിട്ടാൽ മതി. ആയിക്കോട്ടെ. ഓക്കെ. ശരി, ഓക്കെ, ബൈ, സീ യു, ഗുഡ് നൈറ്റ്. ജോർജ് സാർ എത്തിയോ? ജോർജ് സാർ ഓടി വന്നായിരുന്നല്ലോ. ജോർജ് സാർ പറഞ്ഞാൽ തിരക്കായി പോകും. ഓക്കെ, അപ്പം സീ യു ശാന്തി മാം. താങ്ക് യു, ഗുഡ് നൈറ്റ്, സീ യു മോഹൻദാസ് സാർ, സീ യു രമാവതി മാം. ഓക്കെ.